മാതൃഭവനത്തിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ അതിഥിയായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ചെറി, ചെങ്ങന്നൂരിലുള്ള ചെറിയാൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ MD ആയി അനേക വർഷങ്ങളായിട്ട് വൈദ്യശുശ്രൂഷ രംഗത്ത് വളരെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ചെറി നമ്മളോട് കൂടെയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കിയായിട്ട് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നു. ഡോക്ടറെ വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദൈവാത്മാവിൻ്റെ വ്യക്തമായ ഒരു സ്വരം കേൾക്കുകയും അതിനനുസരിച്ച് ഡോക്ടർ ഒരു തീരുമാനമെടുത്ത് ഇവിടെ സജിത് ബ്രദർ എന്ന ദൈവശുശ്രൂഷകനുമായിട്ട് ഒരു കണ്ടുമുട്ടൽ സാധ്യമാവുകയും ചെയ്തു. പിന്നീടുള്ള മുൻപോട്ടുള്ള പോക്ക് എങ്ങനെയായിരുന്നു? ഞാൻ ബ്രദറിൻ്റെ കൂടെ നിൽക്കാൻ ബ്രദർ ആവശ്യപ്പെടുകയും ഞാനത് സമ്മതിക്കുകയും അതൊരു ഫുള്ളി കമ്മിറ്റ്മെൻ്റായിട്ടാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നത് ടു സെർവ് ഹിം എന്നുള്ളതാണ്. വളരെ ക്ലിയറായിട്ട് ദൈവം തന്നൊരു ഒരു സംസാരം ഇതായിരുന്നു. സെർവ് ഹിം, ദെർബൈ യു ആർ സെർവിങ് മൈ മിഷൻ. അപ്പോൾ അതുകൊണ്ട് ഒരു സെർവൻ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റില്ല. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് കൂടെ തന്നെ ഇതുകൂടെ തന്നെ ബി ലോട്ട് ഓഫ് ആക്യുസേഷൻസ്. ഇതെല്ലാം പിടിച്ചു നിൽക്കാൻ നിനക്ക് ഞാൻ കൃപ തരും. ഒരുപാട് ആക്യുസേഷൻസ് അഗെയിൻസ്റ്റായിട്ട് വരുന്നുണ്ട് ഈ കാലഘട്ടങ്ങളിൽ. പക്ഷേ അതൊന്നും കാരണം ഫുള്ളി കൺവിക്റ്റഡായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അത് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. ചില കാലഘട്ടങ്ങൾ ഒരു മൂവ് വരും. ആ മൂവ് അനുസരിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലോ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ അങ്ങനെ പോകുന്ന കാലഘട്ടങ്ങളിലാണ് ഞങ്ങൾ ഈ സഭാ ചരിത്രം പഠിക്കാൻ തുടങ്ങുന്നതും പിതാക്കന്മാരുടെ ഏർലി ചർച്ചസ്. കാരണം ഞങ്ങളുടെ മനസ്സിൽ വന്ന പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ വന്ന സജിത്തിൻ്റെ മനസ്സിൽ വന്നത് ഈ 1800 വർഷം മുമ്പ് ഈ സഭ എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കർത്താവ് യേശു ക്രിസ്തു വരുമ്പോഴും യേശു ദേവാലയത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. He was a radical teaching ആണെന്ന് പറഞ്ഞാലും he never went out of the synagogue, never went out of the church. യേശു ദേവാലയത്തിൽ പോയി പ്രസംഗിച്ചു, ദേവാലയത്തിൽ പോയി ശുശ്രൂഷിച്ചു, മാർക്കറ്റിൽ പോയി ശുശ്രൂഷിച്ചു. കിങ്ഡം പ്രിൻസിപ്പിൾ അവിടെയും ഇവിടെയുമാണ്. അപ്പോസ്തലന്മാർ വരുമ്പോഴും അവരും അത് തന്നെയാണ്. അവരും ആ ഒരു ടീച്ചിങ് വരും. അവരും സഭകളിലോട്ട് ദേവാലയവുമായിട്ടുള്ള ബന്ധം അവർ തുറന്നുകൊണ്ടേയിരുന്നു. കർത്താവ് ദേവാലയത്തിൽ പോയി അവരുടെ ചില കാര്യങ്ങളെ, അവരുടെ ചെയ്തികളെ, പ്രവർത്തികളെ കർത്താവ് ശാസിച്ചാലും കർത്താവ് വളരെ സ്റ്റേണായിട്ട് പറയുന്നില്ല, യു ഹാവ് മെയ്ഡ് മൈ ഹൗസ് ഓഫ് പ്രയർ, യു ഹാവ് മെയ്ഡ് ഇറ്റ് എ ഹൗസ് ഓഫ് ഡെൻ, തീവ്സ്. അപ്പം കാരണം ഇവിടെ സഭയിൽ നടക്കേണ്ട കാര്യമല്ല അവിടെ നടക്കുന്നത്. അവിടെ മെർച്ചൻഡൈസും വിൽപ്പനയും അതൊക്കെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ സഭയിൽ നടക്കുന്ന രോഗികൾ വരിക, സൗഖ്യമാകുക, ഇതാണ്. കാരണം ആ വാക്യം പറഞ്ഞാൽ അടുത്ത് തന്നെ കുരുടർ വരുന്നു, മുടന്തർ വരുന്നു, കീറുന്ന സൗഖ്യമായി. ഇതാ സഭകൾ നടക്കേണ്ടത്. അപ്പോൾ അതിനെയാണ് കർത്താവ് വിമർശിച്ചത്. അല്ലാതെ ഇതിനെ കർത്താവ് ഒരിക്കലും വിമർശിച്ചില്ല. കർത്താവ് ദേവാലയത്തിൽ തന്നെയാണ് പോയത്. ദേവാലയത്തിൽ പോയ ചുരുളെടുത്ത് വായിച്ചതും. ദേവാലയം എന്നുള്ള ആ കൺസെപ്റ്റിനെ കർത്താവ് വിമർശിച്ചിട്ടില്ല. അവിടെ നടക്കുന്ന അനാചാരങ്ങളെയും കച്ചവടത്തെയും അതേപോലെ കർത്താവ് വിമർശിച്ചിട്ടുള്ളൂ. കാരണം അപ്പോസ്തലന്മാർ അത് തന്നെ പിന്തുടരുന്നത്. അവർ ദേവാലയത്തിൽ പോയി. സുന്ദരകൂപർക്ക് നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി അറിയാം. പത്രോസും നേരെ സുന്ദര ദേവാലയത്തിൻ്റെ വാതിക്കൽ ഇരിക്കുന്നവനാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളും അവിടെ ഇരുന്നുകൊണ്ടിരുന്നതാണ്, ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവനാണ്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴത്തേക്ക് കാഴ്ചപ്പാടെ മാറി. അവിടെ അവനെ സൗഖ്യമാക്കി. അവിടോട്ടാണ് പോയതും. അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ നമ്മൾ വായിക്കുമ്പോഴും അത് തന്നെയാണ് കാണുന്നത്. അവരിത് മാറിയൊരു വേറൊരു കൂട്ടായ്മയല്ല തുടങ്ങിയത്. അപ്പോൾ അവർ സൗഖ്യം കിട്ടിയും പള്ളിയിലേക്കാണ് പോയത്. അപ്പോസ്തലന്മാരുടെ കൂടെ പള്ളിയിൽ കയറി നിന്ന് ദൈവത്തെ ആരാധിച്ചു. അത് തന്നെ പള്ളിയിൽ നിന്ന് പുറത്തോട്ട് പോവുകയല്ലേ ചെയ്ത്. അപ്പോൾ ഇന്ന് ഇതെല്ലാം തെറ്റാ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് സപ്പോർട്ടിങ് വാക്യങ്ങളില്ല. അപ്പോൾ ഈ ചിന്തകൾ നിങ്ങളെ ഒത്തിരി സ്വാധീനിച്ചു, ഒരുപാട് സ്വാധീനിച്ചു. അപ്പോൾ ചോദിക്കട്ടെ ഒരു സംശയം. ഡോക്ടർ സജിത് ബ്രദറുമായിട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ ഡോക്ടറുടെ ചിന്തകളും നിലപാടുകളും സജിത് ബ്രദറിനെ സ്വാധീനിച്ചോ, അതോ സജിത് ബ്രദറിൻ്റെ ചിന്തകൾ ഡോക്ടറെ സ്വാധീനിച്ചോ? എന്താണ്? ഇല്ല, രണ്ടും അങ്ങനെയുമല്ല. കാരണം പുള്ളി ഒരു വ്യക്തിയാണ്, ഞാനൊരു പ്രത്യേക വ്യക്തിയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നുമില്ല. ദൈവം സംസാരിക്കും, ദൈവത്തിന് ആത്മാവ് സംസാരിക്കുന്നു, അത് പറയുന്നു. അതല്ലാതെ ഇങ്ങനെയുള്ളത് പുള്ളി എന്നെ സ്വാധീനിക്കാനോ ഞാൻ പുള്ളിയെ സ്വാധീനിക്കാനോ ഒന്നും രണ്ടും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ആത്മീയ ബന്ധമേ ഉള്ളൂ. വളരെ ക്ലിയർ സ്റ്റാൻഡാണ്. ആസ് എ ഫാദർലി ഫിഗർ നിൽക്കുന്നു. പിന്നെ എനിക്ക് കുറച്ച് കൂടുതൽ ഈ സഹിഷ്ണുതയും അങ്ങനെയുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ വളരെയധികം ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, വളരെയധികം. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സജിത് ബ്രദർ പക്ക പ്രോസ്പെറിറ്റി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതായത് ഈ പെന്തക്കോസ്തൽ ടീച്ചിങ് അങ്ങനെയാണല്ലോ, അവർ ഉയർച്ച, അഭിവൃദ്ധി, അത് മാത്രമാണ് അവരുടെ വിഷയം. അപ്പോൾ അതിലേക്ക് സാധാരണ ജനങ്ങൾ ആകർഷിക്കപ്പെടുക സ്വാഭാവികമാണ്. അപ്പോൾ എന്നാൽ അങ്ങനെയുള്ള പഠനത്തിൽ നിന്ന് മാറിയിട്ട് ക്രിസ്തീയ ജീവിതത്തിലെ സഹനം, അതിൻ്റെ മൂല്യം എന്താണ്,
അതിൻ്റെ ആവശ്യകത എന്താണ്, ഇതേക്കുറിച്ചൊക്കെയുള്ള പഠനത്തിൽ ഡോക്ടറുടെ പ്രബോധനങ്ങൾ പലയിടത്തും പുള്ളി പറയുന്നത് ഒത്തിരി സ്വാധീനിച്ചു എന്ന്. കാരണം ബൈ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ദേ ഇൻഹെറിറ്റഡ് ദ പ്രോമിസ്. അപ്പോൾ വിശ്വാസമുണ്ട്, സഹിഷ്ണുത, രണ്ട് തൂണാണ്. ഒരു വിശ്വാസത്തിൽ രണ്ട് തൂണാണ്. കാരണം എല്ലാം വിശ്വാസത്താൽ, ശരിയാണ്, വിശ്വാസത്താലാണ്, വിശ്വാസം തന്നെ ഒരു ദാനമാണ്. പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നില്ലെങ്കിലും ഒരു സഹിഷ്ണുതയിൽ കൂടെ പോയെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ, അപ്പോൾ ആ സഹിഷ്ണുതയിൽ കൂടെ പോകുമ്പോൾ ഒരു കാലമുണ്ട്, ആ കാലഘട്ടം നമ്മളെ സസ്റ്റെയിൻ ചെയ്യുന്ന എപ്പോഴാണ് ദൈവത്തിൻ്റെ സന്തോഷമേ നമ്മളെ അമിത ബലം തന്ന് നമ്മളെ സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് പോകണം. ഫെയ്ത്ത് മാത്രമല്ല, ആ ഒരു പ്രോസ്പെറിറ്റി ടീച്ചിങ് വരുന്നതല്ല നെയിം ഇറ്റ് ആൻഡ് ഗ്രാബ് ഇറ്റ്. നെയിം ഇറ്റ് ആൻഡ് ഗ്രാബ് ഇറ്റ് അല്ല, കർത്താവ് അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ. കാരണം അപ്പോസ്തലന്മാർ അങ്ങനെയല്ലായിരുന്നു. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അതേസമയം ഒരു പേഷ്യൻസ്, ഒരു എൻഡ്യൂറൻസ്, സഹിഷ്ണുതയിലൂടെ കാര്യങ്ങളാണ് പോയത്. അപ്പോൾ കർത്താവ് ഇതെല്ലാം നമ്മളെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു. അപ്പോൾ അതിലൊരു ആഴമായ ടീച്ചിങ്ങിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എപ്പോൾ ചെന്നാലും ഞാനിത് പറയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് പുള്ളി അത് സ്വാധീനിച്ചെന്ന് പുള്ളി അവകാശപ്പെടുന്നു. പുള്ളി അത് ആ ടീച്ചിങ്ങിലേക്ക് പോകും. ബൈബിൾ നോക്കുമ്പോൾ നമ്മൾ മുഴുവൻ അതാ കാണുന്നത്. റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ മുഴുവൻ കാണാം. എല്ലാ ആത്മാവിൻ്റെ ഫലങ്ങളാണ്. കാരണം കർത്താവ് ഇന്ന് നമ്മുടെ ഉള്ളിൽ ഇരുന്ന് ആ ഫലം പുറപ്പെടുവിച്ച് പക്വതയിലേക്ക് കൊണ്ടുവരിക. ആ ഒരു പക്വതയിലേക്ക് എൻ്റെ ജീവിതത്തിൽ വന്നത് ലവ്, ജോയ്, പീസ് ആൻഡ് റെസ്റ്റ്, ഈ 4 ഫലം വളരെ ഒരു ഓൾമോസ്റ്റ് പക്വതയിലേക്ക് ദൈവം കൊണ്ടുവന്ന് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആരെന്നെ വിമർശിച്ചാലും ഐ എം നോട്ട് ബദ്, കാരണം ഐ എം നോട്ട് സപ്പോസ് ടു ജഡ്ജ് യു. അങ്ങനെ ഡോക്ടർ, ഈ തിരിച്ച് മാതൃസഭയിലേക്ക്, അതായത് യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് മടങ്ങി വരാനൊരു തീരുമാനം എടുക്കാൻ ഉള്ള കാരണം എന്തായിരിക്കും? അപ്പോസ്തോലിക സഭകളാണ് യഥാർത്ഥ സഭ എന്നുള്ളൊരു വളരെ കൺവിക്ഷൻ. അതിനെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് കർത്താവിൻ്റെ തിരുശരീരം, യൂക്രിസ്റ്റ്, നമ്മൾ ലോർഡ്സ് ടേബിൾ. അതാണ് ഞാൻ ആയിരുന്ന സഭകൾ, അത് അവൻ്റെ ശരീരവും അവൻ്റെ രക്തവുമാണെന്നല്ല, ഇറ്റ്സ് എ സിംബോളിക് എന്ന് മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് ദൈവം വളരെ ക്ലാരിറ്റിയോട് തന്നു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് നീ ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിനക്ക് ജീവനില്ല. അപ്പോൾ ആ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ നമുക്കറിയാം. ആ തിരുഹൃദയം, തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭക്ഷിക്കാൻ തരുന്ന അവൻ്റെ ശരീരം, അവൻ്റെ രക്തവും തരുന്നുള്ളത് അതിനപ്പുറത്തോട്ടൊരു വെളിപ്പാടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോർഡ്സ് ടേബിളിന് അപ്പുറത്തോട്ട് ഇത് പെന്തക്കോസ്ത് സഭകളിലും അവർ കർത്തൃമേശയായിട്ട് സിംബോളിക്. ഇത് കർത്താവിൻ്റെ ശരീരവും തിരുരക്തമാണെന്ന് അവർ പറയുന്നില്ല. ഇല്ല, ഇത് പ്രതീകമാണെന്നേ ഉള്ളൂ. അത് അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുന്നെന്നുള്ളൂ. നോ, ആ ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ കൺവിക്ഷൻ ഞങ്ങൾക്ക് കിട്ടുകയും അതാണ് ഏറ്റവും, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തോട്ടൊരു വെളിപ്പാടില്ല. വിശുദ്ധ കുർബാനയോടുള്ള ആഴമേറിയ ഒരു താല്പര്യമാണ് ഡോക്ടർക്ക് ഇങ്ങനെ മടങ്ങി വരാനുള്ള. യെസ്, അത് ഞാൻ മിസ് ചെയ്യുന്നു. അത് വളരെയധികം ഞങ്ങൾ മിസ് ചെയ്യുന്നു. ഏതാണ്ട് 10 വർഷക്കാലത്തോളം മിസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ. ഇത് തിരിച്ച് വന്നേ ഒക്കുകയുള്ളൂ. ഇത് ബോധ്യപ്പെടുത്തണം, അറിയുന്നത്ര ആൾക്കാരെ ഇത് അറിയിക്കുക. കാരണം ഇത് ഒരു ചില വാക്യങ്ങളുടെ ബേസിലാണ് നമ്മുടെ ഹൗ ടു ഡിവൈഡ് ദ വേർഡ്, അതാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഞാൻ ഈ പഠനത്തിൽ നമ്മുടെ എയർലി ചർച്ച് ഫാദേഴ്സിൻ്റെയൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് ക്ലാരിറ്റിയോടുകൂടി ആ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് വളരെ ക്ലാരിറ്റി. ദേ വിൽ ടേക്ക് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സ്ക്രിപ്ചർ, ആ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് എടുക്കും, ന്യൂ ടെസ്റ്റ്മെൻറ്റ് എടുത്തു, ആ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വന്ന റെവലേഷൻ ന്യൂ ടെസ്റ്റ്മെൻറ്റ് റിവീൽ ചെയ്ത് കൊണ്ടിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ എന്നെ പ്രത്യേകിച്ച് കർത്താവിൻ്റെ സ്നാനത്തെക്കുറിച്ചൊക്കെ വളരെ ക്ലാരിറ്റി ആയിട്ട് ചർച്ച് ഫാദേഴ്സിനെ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അത് വളരെ ക്ലാരിറ്റിയോടെ, പ്രത്യേകിച്ച് ആ സ്നാനത്തിൽ മുങ്ങുമ്പോഴും, ദിസ് ഇസ് മൈ ബെലവഡ് സൺ ഇൻ ഹൂം ഐ എം വെൽ പ്ലേസ്ഡ്. ഇറ്റ്സ് എൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് കൊട്ടേഷൻ അല്ലേ, ഒരു പഴയ നിയമത്തിൻ്റെ ഒരു കൊട്ടേഷന്. അത് നമ്മൾ പുറപ്പാട് പുസ്തകം 23 അധ്യായം വരുമ്പോൾ ഐസക്കിനെ ബേസ് ചെയ്ത് അത് പറയുന്നത്. എബ്രഹാമിൻ്റെ മകൻ ഐസക്കിനാണ് പറയുന്നത്, അവനോട് പറയുന്നത് നിൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് പോയി ന്യൂ ടെസ്റ്റ്മെൻറ്റിന് കർത്താവ് സ്നാനം ഇടുമ്പോൾ കർത്താവ് അവൻ്റെ മുൻകൂറി സ്നാനമാകുന്ന ക്രൂശ് മരണത്തിൻ്റെ ഒരു വെളിപ്പാടാണ് കാണിക്കുന്നത്. ആ റെവലേഷൻ തുറന്ന് കിട്ടിയത് മറ്റേ ഞാൻ എൻ്റെ അറിവിൻ്റെ തലത്തിലായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു കൺവിക്ഷനും ഇല്ല. ഏർലി ചർച്ച് ഫാദേഴ്സിന് ഒരു ക്ലാരിറ്റിയോടുകൂടി അവരിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത് ആഴങ്ങൾ ഒരുപാടുണ്ട്, മുത്തുകളുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇറ്റ്സ് സംതിങ് അമേസിങ്. അപ്പോൾ ഇത് നമ്മളത് പഠിച്ച് അതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സഭയിലെ മാതൃസഭയിലേക്ക് തന്നെ തിരിച്ചു പോവുക. അതാണ്
അത് വലിയൊരു കണ്ണു തുറക്കലായിപ്പോയി. അങ്ങനെ തിരിച്ചു വരാനുള്ള തീരുമാനം എടുത്തപ്പോൾ കുടുംബത്തിൻ്റെ നിലപാട് എന്തായിരുന്നു? കുടുംബത്തിൽ ഞാനെല്ലാം എൻ്റെ വൈഫിനോട് ഡിസ്കസ് ചെയ്യാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. വൈഫിനോട് ഓരോ കാര്യങ്ങളും ഈ ഓരോ സ്റ്റേജിലും വെളിപ്പാടുകളായി ഷെയർ വിത്ത്. അപ്പോൾ മൈ വൈഫ് ഈസ് ഫുള്ളി കൺവിക്റ്റഡ്. എൻ്റെ മക്കളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും പ്രൊട്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ ദർ ഇസ് എ ഡ്രമാറ്റിക് ചേഞ്ച് ഇൻ ദെയർ ലൈഫ് ഓൾസോ. ദേ സ്ലോലി സ്റ്റാർട്ട് റിയലൈസിങ് ഇറ്റ്. അവരൊരു മടക്ക വഴിയിലാണ് എന്ന് പറയാൻ ഞാൻ അതൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടെന്ന് പറയും ഞാൻ. പക്ഷേ കിട്ടുന്നത് ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് ഫ്രോം ദെയർ വ്യൂസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇതെന്താണെന്നുള്ളത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് ഓരോരുത്തരെടുക്കുന്ന ഓരോ ചോയ്സ് തീരുമാനങ്ങളാണല്ലോ. ഒരു പ്രായപൂർത്തിയായി അവർക്ക് അവരുടെ ഡിസിഷൻസ് എടുക്കാം. നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക, മുന്നോട്ട് പോവുക. വളരെ ക്ലാരിറ്റിയായിട്ട് ദൈവം ഒരു പുതിയ കാര്യമാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പിന്നെ നമ്മളിപ്പോൾ നോക്കിയാൽ കാരണം ഏറ്റവും വലിയ ടോപ്പ് ലീഡേഴ്സ്, പ്രൊട്ടസ്റ്റന്റ് ലീഡേഴ്സ്, വുൾഫർട്ട് മാൻ, സ്കോട്ട് ഹാൻ, വർഷങ്ങൾ 38 വർഷമൊക്കെ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻറ്റിൽ വലിയ വലിയ സഭകൾ നടത്തിയവർ, അവരുടെ ടെസ്റ്റിമണി കണ്ടാൽ സംതിങ് അമേസിങ്. അപ്പോൾ അവർ ഒരു വിവരമില്ലാത്തതാണ് അവരിങ്ങനെ പോകുന്നത്. ഇത്രയും വലിയ ഹൈ 1.5 ലക്ഷം 2 ലക്ഷം ചർച്ച് ഒക്കെ അല്ലെ, അത്രയും ആൾക്കാർ ഫോളോവേഴ്സ് ഉള്ളവർ ഒരു ദിവസം ഒരു കൺവിക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ അവർ ഇട്ടേച്ച് പോയ സംതിങ് വി ആർ ലീവിങ് സംതിങ് ഔട്ട് ഫോർ സംതിങ് പ്രഷ്യസ്. ആ ഒരു വലിയൊരു നിധിയാണ് നമ്മുടെ കൈ കിട്ടിയേക്കുന്നത്. അതിന് കളയാൻ വേറെ ഒന്നും ഇത് രണ്ടും കൂടെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ തിരിച്ച് അപ്പസ്തോലിക സഭയിലേക്ക് മടങ്ങി വന്നതിൽ ഡോക്ടർക്ക് ഇപ്പോൾ അതിൽ എന്ത് ഫീൽ ചെയ്യുന്നു? ഒരു സന്തോഷം ഒക്കെ? വലിയൊരു സന്തോഷമുണ്ട്. വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ കർത്താവ് തുടങ്ങിയ ചരിത്രപരമായ ചർച്ചിലേക്ക് തന്നെ ഞാൻ പങ്കാളികളാകുക. കഴിഞ്ഞ 10 വർഷക്കാലം അതൊരു തികച്ചും തെറ്റായ ഒരു തീരുമാനത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഫുള്ളി കൺവിക്റ്റഡ് ആയിട്ടുണ്ട്. എടുത്ത തീരുമാനം കറക്റ്റാണ്. ഇതല്ല നേരത്തെ എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ദർ ഇസ് എ ടൈം ഫോർ എവറിത്തിങ്. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൺവിക്ഷൻ, ആ ഒരു മൂവിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് തന്നെ. അതായത് ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമേ വിജയത്തിൻ്റെ മാധുര്യം രുചിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർ ഈ പെന്തക്കോസ്തൽ ലോകത്തിലേക്ക് പോയതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ അപ്പസ്തോലിക സഭകളുടെ ആ ശക്തിയും മഹത്വവും ഒക്കെ കൂടുതലായിട്ട് തിരിച്ചറിയാനും അനുഭവിക്കാനും ഒക്കെ ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാവും. ഉണ്ട്. അതിൻ്റെ റിച്ച്നെസ്, 1800 വർഷമുള്ള ഒരു റിച്ച്നെസ് നമ്മൾ ഓരോ ദിവസവും വായിക്കുമ്പോഴും അതിൻ്റെ ആ തിരുവെഴുത്തുകൾ തുറന്ന് കിട്ടുമ്പോഴും ഒക്കെ വലിയൊരു ഇതിൽ ഏറ്റവും ഉപരി ഒരു കീഴ്പ്പെടൽ. അതാണ് അനുസരണ വിധേയത്വം. മറ്റേ അതില്ലല്ലോ. എനിക്ക് മേളിലില്ലല്ലോ. ഇപ്പം അതല്ലല്ലോ. നമുക്കൊരു ഒരു സമർപ്പണം വരുന്നുള്ളൂ. അത് ഒരു സംതിങ് ഈസ് അമേസിങ്. അത് ഞാൻ കുറച്ച് നാളുകൾ മുമ്പേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പരസ്പരം വിധേയപ്പെട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് സജ്ജത് നഗർജി എൻ്റെ 10 വയസ്സേ ഉള്ളൂ. പക്ഷേ ഐ റെക്കഗ്നൈസ് ഹിം ആസ് എ മാൻ ഓഫ് ഗോഡ്. ഞാൻ കീഴ്പ്പെടുന്നുണ്ട്. കീഴ്പ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ യാതൊരു ഇതുമില്ല. ആൾക്കാർ എന്തെല്ലാം അങ്ങനെ ഒരു കീഴ്പ്പെടൽ പെന്തക്കോസ്ത് ലോകത്തിലും ഉണ്ടല്ലോ. കീഴ്പ്പെട്ടല്ലേ അവരുടെ വിശ്വാസം. അത് വേറെ ബെനിഫിറ്റ് അതിനകത്ത്. ആ ഒരു കീഴ്പ്പെടലല്ല ഇത്. അതൊരു നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതങ്ങനല്ല. കാരണം ഒരു വില കൊടുത്ത് ഒരു പ്രസ്ഥാനത്തിൽ നിന്നൊരാൾ അത് മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ ഇത് കളഞ്ഞിട്ട് ഒന്നുമില്ലായ്മയിലേക്ക് പോകുമ്പോൾ അതിനതൊരു വിലയുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ദൈവം മുൻകൂട്ടി ഒരാളെ കൊണ്ട് നിർത്തിയതായിരിക്കും എന്ന് ഞാൻ കണക്കാക്കുന്നു. ഡോക്ടറെ, ഒരു കാര്യം, ഈ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ സംഭവിക്കുന്ന ഈ അത്ഭുത രോഗശാന്തികളെ എങ്ങനെയാണ് ഡോക്ടർ അതിനെ വീക്ഷിക്കുന്നത്? ആദിമസഭകൾ നടന്നല്ലോ, ഇത് കർത്താവിൻ്റെ കാലത്ത് നടന്നല്ലോ. അപ്പോൾ ഇത് വിശ്വസിക്കുകയുള്ളൂ നമുക്കല്ലാതെ. സാധാരണ ഇപ്പോഴുള്ള ഈ രോഗശാന്തികളെയും മറ്റുമൊക്കെ ഈ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ ഒരുപാട് പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അത് മുമ്പും ഉണ്ട്, കർത്താവിൻ്റെ സമയത്തും ഉണ്ടല്ലോ. ആ കാലഘട്ടത്തിലും ഉണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമല്ല. അങ്ങനെ ഞാൻ എടുക്കുന്നുള്ളൂ. എങ്കിലും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ 40-40 വർഷത്തിലധികമായിട്ട് ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ രോഗശാന്തികളൊക്കെ ശരിക്കും അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ്, ഒരു അത്ഭുതമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ക്രിയേറ്റീവ് മിറക്കിൾ ദൈവത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. യേശു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തുമാത്രം ഞാൻ കുറയുന്നു, എൻ്റെ ഉള്ളിൽ യേശു വളരുന്നു, വന്ന ക്രിസ്തു വളരും തോറും, ആ പരിജ്ഞാനത്തിൽ വളരും തോറും, നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കും തോറും സ്ലോലി സ്റ്റാർട്ട് കമ്മിങ് ഔട്ട് ഓഫ് us. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെയൊക്കെ ഒരു പരിധി വരെ നിരാകരിക്കേണ്ടതായിട്ട് വരുമോ? എന്നുമില്ല. കാരണം ഈ വൈദ്യശാസ്ത്രം തന്നെ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്.
ദൈവത്തിൻ്റെ ദാനമാണ്. ഫോർ എക്സാമ്പിൾ, കർത്താവിനെ അറിഞ്ഞ ഒരാൾ രോഗിയെ ചികിത്സിക്കുന്നതിന് കർത്താവിനെ അറിയാത്ത ഒരാൾ ചികിത്സിക്കുന്നതിന് രണ്ടും രണ്ടാണ്. കാരണം ഇപ്പം ഞാൻ ഓപ്പറേഷനിൽ കയറുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചില്ല, കർത്താവെ എൻ്റെ കരം നിൻ്റെ കരത്തിലൂടെ ഞാൻ തരുന്നു, എൻ്റെ കരങ്ങളെ നീ നയിച്ചാട്ടെ. സോ അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ പെർഫെക്റ്റായിട്ട് ഒരു ദൈവിക ശക്തി നമ്മളെ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ അത് രുചിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. എൻ്റെ പ്രാക്ടീസിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം പല തീരുമാനങ്ങളും സ്പ്ലിറ്റ് സെക്കൻഡ് എടുക്കുന്ന ഡിസിഷൻ കറക്റ്റായിട്ട് ദൈവം തന്നിട്ടുണ്ട്, ദൈവം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞൊരു ഡോക്ടറും പ്രാക്ടീസ് ചെയ്യുന്നതും ദൈവത്തെ അറിയാത്തൊരു ഡോക്ടർ പ്രാക്ടീസ് ദർ ടു ഡിഫറെൻറ്റ് തിങ്. വ്യത്യാസമുണ്ട്. അത് രോഗികൾ ഇപ്പം 40 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് രോഗികൾ പറയുന്നുണ്ട്, ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി, ഡോക്ടർ ഒന്ന് കൈവച്ചാൽ മതി, സൗഖ്യമാകുന്നു. എന്തോ ചെയ്തിട്ട് ഞാനും അവരുമായിട്ട് മറ്റവരോട് എന്താ വ്യത്യാസം? അവർ കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ കൂടുതലും ചില സ്നേഹവും ഒരു കമ്പാഷൻ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു. ദാറ്റ് ടച്ചസ് ദ ഹാർട്ട്. പല രോഗങ്ങളും അതാണല്ലോ, കൂടുതലും മാനസികമായ ബുദ്ധിമുട്ടുകളാണല്ലോ പല രോഗങ്ങൾക്ക് ഉത്ഭവം. ഡോക്ടർ, രോഗികളോടും സുവിശേഷം പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഞാൻ സുവിശേഷമായിട്ട് ഞാൻ കാണിക്കുന്നത് ഞാൻ തന്നെ എൻ്റെ ജീവനെ തന്നെ ഞാൻ തുറന്ന് കാണിക്കുക. സ്നേഹമാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. കാരണം നമ്മൾ വേറെ തിരിഞ്ഞ് ആരെയും കാണുന്നില്ല. കാരണം ദൈവം വളരെ വ്യക്തമായിട്ട് പത്രോസോട് ഏത് ജാതിയിലും ദൈവത്തെ ഭയന്ന് നീതി പ്രവർത്തിക്കുന്ന ദൈവം അംഗീകരിച്ചിരിക്കും. ദൈവം അംഗീകരിച്ചതിനെ ഞാൻ നിരാകരിക്കേണ്ട കാര്യം എന്തോ? അപ്പോൾ അതുകൊണ്ട് ഏത് ഡിനോമിനേഷനാണെന്ന് ഞാൻ നോക്കാറില്ല, ഏത് ജാതിയാണെന്ന് നോക്കാറില്ല. കർത്താവിൻ്റെ സ്നേഹം ഞാൻ പകരും. ആ സ്നേഹം കണ്ട് അവർ സ്വർഗസ്ഥലെ പിതാവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ആ സ്നേഹം അവർ രുചിച്ചറിയുമ്പോൾ അങ്ങനെ പല അനുഭവങ്ങളും ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ട്. അത് വേറൊരു ഡോക്ടർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനായിട്ടുണ്ടാകും? അതായത് വൈദ്യശാസ്ത്രത്തിലൂടെയുള്ള സൗഖ്യമുണ്ട്, മരുന്ന് കൊടുക്കുമ്പോഴും ഒക്കെയുള്ള സൗഖ്യമുണ്ട്. അതിലുപരി ഡോക്ടറെ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട ഒരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ മരുന്ന് കൊണ്ട് സൗഖ്യമാകത്തില്ല എന്ന് തോന്നിപ്പോയ സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയിലൂടെ സൗഖ്യപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ? ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു 6 മാസം മുമ്പ് ഒരു ഹിന്ദു ഫാമിലി, അവരാദ്യമായിട്ട് അവിടെ വരുന്നത്. ഹസ്ബൻഡ് ഈസ് അബൌട്ട് 35 ഇയേഴ്സ്, വൈഫ് ഒരു 30 വയസ്സ് കാണും. ഇയാൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഭയങ്കര മദ്യപാനിയാണ്, പുകയും വലിക്കാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര ആസ്മയുണ്ട്, ലിവറും ഓൾമോസ്റ്റ് ഡാമേജ് ആയി തുടങ്ങി. അപ്പോൾ ആ ഒരു കെയർ ഓഫ് ഹോസ്പിറ്റലിൽ വന്ന് വൈഫ് ഒരു 1.5 മണിക്കൂർ ഇങ്ങനെക്കുറിച്ച് അങ്ങ് ചിത്ത പറയുന്നത്, ഇയാൾ അങ്ങനെ ഇങ്ങനെ, ഇതൊരു 1.5 മണിക്കൂർ ഇത് മുഴുവൻ ഈ കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ ഒന്ന് ചിന്തിച്ചു, കർത്താവ് എന്തോ നീ ഇവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. വെരി ക്ലിയർലി ഐ ഹേർഡ് ഇൻ മൈ സ്പിരിറ്റ്, അവർക്ക് കുഞ്ഞുങ്ങളില്ല, എനിക്കിവരെ അറിയത്തില്ല. കുഞ്ഞുങ്ങൾ, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലേ? അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇതാരും പറഞ്ഞു, ഡോക്ടറോട് ആരും പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം മേളിലിരിപ്പുണ്ട്, ഈശ്വരൻ. ഹിന്ദുക്കളാണ്. അപ്പോൾ ഞാൻ ഐ പ്രസന്റ് ഇറ്റ് ദാറ്റ് വേ. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഈശ്വരൻ മേളിലുണ്ട്, ആ ദൈവം കാണിച്ചു തന്നു. ദാറ്റ്സ് അതോടുകൂടി തീർന്നു. ഒറ്റ കാര്യത്തിൽ രണ്ടുപേരും മുറിയിരുന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമാണ്. ഇയാൾ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുടി തുടങ്ങിയത്, സേർട്ട് വലിയ തുടങ്ങിയതാണ്. അതിൻ്റെ അനുഭവമായി ഇത് വന്നേക്കുന്നത്. സോ വൺ സീഡ്, ഒറ്റ സീഡ്, ദൈവം സ്നേഹിക്കുന്നൊരു ഒറ്റ സീഡ് അവരുടെ ഹൃദയത്തിൽ പോയി. അന്ന് അയാൾ കുടിയും നിർത്തി, അന്ന് അയാൾ സേർട്ട് വലിയ നിർത്തി. ഡോക്ടർ അവർക്ക് വേണ്ടി അവിടെ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചു. അവിടെ എൻ്റെ നേരെ വന്ന് രണ്ടുപേർക്കും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അങ്ങ് വിട്ടു. ഞാൻ പറഞ്ഞു കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു, പോയിക്കോ, എൻജോയ് ചെയ്തോളാൻ പറഞ്ഞു. കുഞ്ഞുമായിട്ട് നീ 1.5 വർഷം കഴിയുമ്പോൾ ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ രണ്ടുപേരും കൂടെ വന്നു. അങ്ങനെ പെർഫെക്റ്റ് കുടിയും നിർത്തി. ഞാനൊന്നും ചെയ്തിട്ടില്ല, കർത്താവ് ഡയറക്റ്റ് ഇടപെട്ടു. ഒറ്റ ദൈവിക സ്നേഹം. ദിസ് കിങ്ഡം പ്രിൻസിപ്പിൾ, ഇതാണ് കിങ്ഡം പ്രിൻസിപ്പിൾ. ആ കമ്പാഷനെ മൂവ് ചെയ്യാൻ ദൈവം എന്നെ അനുവദിച്ചു. അപ്പോൾ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഞാൻ സജിത്തിനോട് കൂടിയതിന് ശേഷം എൻ്റെ മേലുള്ള അഭിഷേകം ഒരു ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് സജിത്ത് എങ്ങനെ മൂവ് ചെയ്യുന്നത്, അൺകണ്ടീഷണൽ ലവിലാണ് മൂവ് ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഇറങ്ങുന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ കൂടെ ദൈവം നിർത്താൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെ ഇത് തന്നെയാണ്. ആ ഒരു സ്നേഹം, ഒരു അഭിഷേകം എൻ്റെ മേൽ വർദ്ധിക്കാനും തുടങ്ങി. അത് ഞാൻ ലിറ്ററലി ഓരോ ദിവസവും ഞാൻ ഹോസ്പിറ്റലിൽ കാണുന്നതാണ്. എന്നും വന്ന് ഞാൻ എൻ്റെ വൈഫിനോട് ഞങ്ങൾ ഷെയർ ചെയ്യും, ദൈവത്തിന് മഹത്വം കൊടുത്താന്ന് തോന്നുന്നു. ഡോക്ടർ, ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എങ്കിൽ ഈ രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ അവരുടെ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഡോക്ടർമാരെന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധി കൂടുതലുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഇങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അതിലൂടെ സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഡോക്ടറുടെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് ഡോക്ടർമാരൊക്കെ ആദ്യമൊക്കെ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ വെൻ ദേ സ്റ്റാർട്ടഡ് സീയിങ് ദ റിസൾട്ട്സ്, അവരെൻ്റെ അടുക്ക് വരുമോ പ്രാർത്ഥിക്കാൻ. ഓ, അത് ശരി. അതാ ഞാൻ പറഞ്ഞു, ദൈവരാജ്യം പുതുക്കുക.
ഒരു 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 പുളിപ്പ് അങ്ങോട്ട് കയറി പുളിപ്പിച്ച് പോകുന്ന പോലെ ഇറ്റ് ടുക്ക് 10 years ഫോർ മീ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു 10 വർഷം എടുത്തു ഈ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ ഇന്ന് അവിടെ വരുന്നു. ഹോസ്പിറ്റലിൽ വരുന്ന പലരും എന്നെ കാണുന്ന 200 രൂപ ടിക്കറ്റാണ്, 60th നമ്പറായി 200 രൂപ ടിക്കറ്റ് എടുത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന് എനിക്ക് മരുന്നൊന്നും വേണ്ടെന്ന് പറയും. സോ ഇറ്റ് ടുക്ക് 10 years ഫോർ ദാറ്റ്. അപ്പം ഞാൻ പലപ്പോഴും 200 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഡോക്ടറെ കാണാൻ വന്നിട്ട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്, എനിക്ക് മരുന്ന് വേണ്ടിയല്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയും 200 രൂപ കർത്താവ് ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് 200 രൂപ തരണോ, അല്ലെങ്കിൽ അവനകത്ത് കയറാൻ പറ്റത്തില്ല, അതായിരിക്കാം. അപ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. വൈ ഇസ് ദിസ്? ദാറ്റ്സ് എ കിങ്ഡം പ്രിൻസിപ്പിൾ. ആ ഒരു തലത്തിലേക്ക് പതുക്കെ ദൈവം കൊണ്ടുവരാൻ തുടങ്ങി. അപ്പം ഇപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ വേറെ അന്വേഷിച്ച് അങ്ങോട്ട് പോകേണ്ട ദൈവം ഇങ്ങോട്ട് കൊണ്ടുതരികയാണ്. പക്ഷെ അതൊരു വളർച്ചയായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം 40 വർഷമായിട്ട് വന്നിട്ടില്ല. ഞാൻ അന്നും സ്നേഹിക്കുന്നു, ഇന്ന് കൂടുതൽ സ്നേഹിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി ദേ ക്യാൻ ട്രസ്റ്റ് മീ. പ്രത്യേകിച്ച് എൻ്റെ പേഷ്യൻ്റ് 3ാമത്തെ തലമുറയെ ഞാൻ ബ്രദറിനോട് പറഞ്ഞ പോലെ 3ാമത്തെ തലമുറയെ വരുന്നത്. 40 വർഷം മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനായിരുന്നു സർജൻ, ഞാനായിരുന്നു ഗൈനക്കോളജിസ്റ്റ്, ഞാനാണ് എല്ലാം. അവരുടെ ഡെലിവറി എടുത്തേക്കും. അപ്പോൾ മോടെ കൊച്ചിനെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അത്രയ്ക്ക് ഒരു ട്രസ്റ്റ് ഞാനുമായിട്ടുണ്ട്. ഈ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്ത് വിഷയം അവരുടെ ഫാമിലിയിൽ വന്ന് ആദ്യം എൻ്റെ അടുത്ത് വന്ന് സോർട്ട് ഔട്ട് ചെയ്യത്തുള്ളൂ. ഞാൻ പറയും നമ്മളത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളവരെ ട്രീറ്റ് ചെയ്യുകയാണ്. ഇപ്പം അത് മാത്രമല്ല, അതിനപ്പുറത്തോട്ട് ഒരു വിഷയമില്ല. പ്രത്യേകിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ വലിയൊരു വിഷനായിരുന്നു. ഞാൻ 75 MBBS കഴിഞ്ഞ് 78 ഞാൻ MS കഴിഞ്ഞാണ്. അപ്പോൾ എത്ര വർഷം മുമ്പാണ്. അന്നൊക്കെ എനിക്ക് ഐ ക്യാൻ ജസ്റ്റ് വാക്ക് ഇൻ ടു അമേരിക്ക. അന്ന് ECFMG ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഹൈ കൺസൾട്ടൻ്റായിട്ട് അമേരിക്കയിലൊക്കെ വലിയ ഫ്ലറിഷിങ്. പക്ഷേ ദൈവം എന്നെ ഉപയോഗിച്ച് കൊച്ചു പട്ടണമായ ചെങ്ങന്നൂർ, ഒരു ചെറിയ വില്ലേജ്. ഇപ്പോൾ ഡോക്ടർക്ക് എത്ര വയസ്സുണ്ട്? ഐ ആം 70 now. 70. ഓക്കെ. അപ്പോൾ അന്ന് എടുത്ത തീരുമാനം, ഞാൻ കൂടുതലും കേറ്റർ ചെയ്തുകൊണ്ടത് മിഡിൽ ഇൻകം എന്നെ താഴോട്ട്. കാശുള്ളവൻ എവിടെ വേണമെങ്കിലും വലിയ ആശുപത്രികളിലോട്ട് പോകാമല്ലോ. അപ്പോൾ ഒരു മിനിമം അതിന് താഴോട്ടുള്ളവരെ മാത്രമേ ഞാൻ കേറ്റർ ചെയ്യുന്നുള്ളായിരുന്നു. അന്നും ഇന്നും അതാ എൻ്റെ പോളിസി. കാരണം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കഴിവുകൾ എല്ലാം വ്യാപം ചെയ്യുക. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞിടാ, മോനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിനെ വന്ന് ചെങ്ങന്നൂരോട്ട് വരിക. ഞാൻ പറയടാ, നീ ഞാനുമായിട്ടുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോറിക്ഷക്കാരനോട് പോയി ചോദിക്കാൻ പറഞ്ഞു വീട്ടിലോട്ട് വരാൻ. ഓട്ടോറിക്ഷക്കാരന് 10-20 പേരുണ്ട്. അവിടെ ചോദിക്കുമ്പോൾ എവിടെ പോകാനാ? ഹാച്ചറി പോകാനാ? നോക്കത്തില്ല, വേറെ ഓട്ടോ വിളി. അവനെ അവർക്ക് അറിയത്തില്ല. അതേസമയം ഞാൻ അവിടെ നടന്നു പോകുമ്പോൾ ഈ 12 പേരും ചാടി ഇറങ്ങി അറ്റൻഷൻ, സാറേ അങ്ങോട്ട് പോകണ്ടേ, വീട്ടിൽ പോകണം, വാ കയറി ഒരു പൈസ പോലും ചിലപ്പോൾ വാങ്ങിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിക്കാം, ഇവനെല്ലാം 15 വർഷം മുമ്പ് മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അന്ന് ഇവർക്ക് പൈസ തരാനില്ല. എൻ്റെ വൈഫിനൊക്കെ ചിലപ്പോൾ ഹിസ്റ്ററക്ടമി വരും. അറിയാമല്ലോ, വേറെ ഹോസ്പിറ്റലിൽ പോയാൽ 10 കൊല്ലം മുമ്പ് അല്ല 15-20 കൊല്ലം മുമ്പ് ഹിസ്റ്ററക്ടമിക്ക് ചാർജ് നമുക്ക് അറിയാമല്ലോ. പിന്നെ ഓടിക്കിട്ടുന്ന കാശേ ഉള്ളൂ. ഞാൻ ചെയ്തു കൊടുക്കും. എൻ്റെ ആ കൂടെ ബില്ല് വരുന്നത് അന്നത്തെ കാലത്ത് ഹിസ്റ്ററക്ടമി 5000 രൂപയെ താഴെയുള്ളൂ. ഇത് യൂട്രസിൻ്റെ ഓപ്പറേഷൻ. അത് മുഴുവൻ തരാൻ കാശ് കാണത്തില്ല. ഞാൻ പറയും ഒരു കുഴപ്പമില്ല, പോയിക്കോ, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ കൊണ്ടുകൂടും. കൃത്യമായിട്ട് 3 വർഷത്തിനകം കൊണ്ട് തന്നിരിക്കും. ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് അവർക്കറിയാം. ആ റെസ്പെക്റ്റ് ഇന്ന് എനിക്ക് തരുന്നുണ്ട്, ഇന്നും. പക്ഷെ അവനത് കിട്ടത്തില്ല. അതാണ് ഞാൻ ആ വ്യത്യാസം ഞാൻ പറഞ്ഞത്. സോ യു ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. സ്നേഹം കൊടുത്താലേ സ്നേഹം തിരിച്ച് കിട്ടുന്നത്. ആ ഒരു പ്രിൻസിപ്പിൾ എൻ്റെ ഫാദറിന് എന്നെ പഠിപ്പിച്ചൊരു കാര്യമായിരുന്നു. അതൊന്ന് ഇന്നും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രാക്ടീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യജ്ഞിക്കുകയല്ല, നമ്മൾ സ്നേഹം കൊടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. സമൃദ്ധിയിലേക്ക് ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ അതിൻ്റെ ഒരു വീതം ഞാൻ ഇന്ന് തിരിച്ച് ഞാൻ കൊടുക്കും. വേണ്ടി നമ്മുടെ ജീവിതം മുഴുവൻ കൊടുക്കുകയാണ്. ഫുൾ ടൈം ഞാൻ കൊടുക്കുക. എനിക്ക് ഇത്രയും പ്രായം ഉണ്ടെങ്കിലും ഞാൻ എന്ത് ബ്രദർ എന്ത് ഡോക്ടർ പ്രൊഫഷനേക്കാൾ അധികമായിട്ട് ശുശ്രൂഷയിലാണ് കൂടുതൽ. ആദ്യം ശുശ്രൂഷയിൽ ദൈവിക സ്നേഹമാണ് ആ ഒരു ഏരിയയിലാണ്. എവിടെയൊക്കെ ഡോക്ടർ ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്? സയ്യിദ് ബ്രദറിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ അതോ ഇൻഡിവിജ്വലായിട്ട്? അത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ എല്ലാ ശനിയാഴ്ചയും ഒരു കൂട്ടായ്മയുണ്ട്. അത് പല ഡിനോമിനേഷൻ കൂടുന്നതാണ്. അപ്പോൾ ഒരു 20 പേര് വരും ആ ഗ്രൂപ്പിൽ. അല്ലാതെ ഞാൻ മുമ്പ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഞാൻ നോർത്ത് ഇന്ത്യ ഞാൻ പോകുന്ന അങ്ങ് ട്രൈബൽ വില്ലേജിൽ പോകുമായിരുന്നു. ഏറ്റവും ഒരുമാതിരി എങ്ങും മനുഷ്യൻ ചെല്ലാത്തടത്ത് അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ യാത്രകളൊക്കെ ഞാൻ അങ്ങ് നിർത്തി. സജിദിനോട് കൂടിയതിന് ശേഷം ഫുൾ ടൈം. കാരണം നമുക്കിവിടെ തന്നെ ആവശ്യത്തിന് വർക്കുണ്ട്. ദൈവരാജ്യം നമ്മുടെ സിറ്റിയിൽ, പ്രത്യേകിച്ച് ചെങ്ങന്നൂരായി തന്നെ ആക്കിയിരിക്കുന്ന ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഏരിയയിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവരാജ്യവും വളർത്താനും എല്ലാവരെയും ആ ഒരു കാഴ്ചപ്പാട് കാണാനും. അതായത് കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇപ്പോഴത്തെ ഈ ജീവിതം, ഇപ്പോൾ ഈ മാതൃസഭയിലേക്ക് മടങ്ങി വന്നതും
എല്ലാം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി തന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? വെരി 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 ഗ്ലോറിയസ് മൂമെൻ്റ്, എൻ്റെ ജീവിതത്തിൽ വലിയ ഗ്ലോറിയസ് മൂമെൻ്റ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇപ്പോഴുണ്ടാകുന്ന ഈ ചില വിവാദങ്ങളുണ്ടല്ലോ, ആ വിവാദങ്ങളെ പ്രത്യേകിച്ച് സയ്യിദ് ബ്രദർക്ക് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ട്. അതിനെയൊക്കെ ഡോക്ടർ എങ്ങനെയാണ് കാണുന്നത്? വിമർശനങ്ങൾ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്നവർക്ക് മേൽ വിമർശനങ്ങൾ. നല്ല നോട്ടിനെ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, വില കൂടിയതിനെ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യത്തുള്ളൂ, വേറെ ഒന്നുമില്ല. 500, 1000 അല്ലേ 2000 അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യത്തില്ലല്ലോ. 10 രൂപ ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാറില്ലല്ലോ. സോ വി ആർ നോട്ട് ബോതേർഡ്. പിന്നെ ഞാൻ ഐ എം നോട്ട് സപ്പോസ് ടു ജഡ്ജ് അതേഴ്സ്. അന്യൻ്റെ ദാസനെ വിധിക്കാൻ നീ ആര്? കർത്താവിന് വളരെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട്. നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യും, കർത്താവ് പറയുന്ന അനുസരിച്ച് ആ ഡയറക്ഷൻ നമ്മൾ മൂവ് ചെയ്ത് അവരെ സ്നേഹിക്കുന്നു. അതല്ല അതിനപ്പുറത്തോട്ട് വിമർശിക്കാനും ഇല്ല, ഒന്നുമില്ല. സ്നേഹത്തിൽ തന്നെ മൂവ് ചെയ്യുന്നു. ഈ ജീവിതത്തിൽ ഇപ്പോൾ വളരെ സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. മുൻപോട്ടുള്ള ജീവിതവും 57 വയസ്സിലാണ് ഞാൻ ദൈവമായിട്ട് ഇൻറ്റിമസിലേക്ക് വരുന്നത്. അപ്പോൾ സഭയോട് ചേർന്ന് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ ക്ലിയറായിട്ട് ഒരുമിക്കാവുന്ന ഏതൊക്കെ ഏരിയയിൽ ഒരുമിക്കാം, ആ ഏരിയയിലൊക്കെ ഒരുമിക്കുക. ഇനി തീരുമാനത്തിൽ മാറ്റമില്ല. ഞാൻ അങ്ങനെ മാറി പറയുന്ന ഒരാളല്ല. ഞാൻ പൈസ നോക്കിയോ സമ്പത്ത് നോക്കിയോ ഒന്നും പോകുന്നില്ല. ദൈവം അതുപോലെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അതിനകത്തൊന്നുമില്ല. നല്ലൊരു കുടുംബത്തെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളേ ഇല്ല. ഞങ്ങൾ ഡിസ്കസ് ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാറില്ല. അപ്പോൾ ആ ഒരു വിഷനെ സപ്പോർട്ട് ചെയ്ത് പുള്ളിയുടെ കൂടെ നിൽക്കുന്നു. വിമർശനങ്ങൾ വരും, ഇതുവഴി കേട്ടേച്ച് ഇതുവഴി വിടുക എന്നല്ലാതെ അതിനകത്തൊന്നുമില്ല. ഓക്കെ, വളരെ സന്തോഷം ഡോക്ടറെ. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് ഷെക്കൈന ടെലിവിഷന് വേണ്ടിയിട്ട് ഡോക്ടറെ വളരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുകയും സംസാരിക്കുകയും ചെയ്തതിൽ നമ്മുടെ തീരുമാനങ്ങളും മുൻപോട്ടുള്ള യാത്രയിലുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ള നിലപാടുകളുമൊക്കെ പങ്കുവച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായിട്ട് ഇനിയും അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഡോക്ടറെ ധാരാളമായിട്ട് കർത്താവ് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ബ്രദർ.